നമ്മൾക്കിത് ചെയ്യാൻ വരുന്ന ഡോക്ടറിനെ കുറിച്ച് നമ്മൾ നേരത്തെ അന്വേഷിച്ചായിരുന്നോ? തീർച്ചയായിട്ടും. പിന്നെ വീണ ഇത്രയും നേരം സംസാരിച്ചിട്ട് തലയല്ലേ വെച്ച് കൊടുക്കുന്നത്. അത് ശരിയാ. അതും ഇത്ര അത് പാട്ടും പാടി തല വെച്ച് കൊടുത്ത ആളാണ്. അല്ല, വീണ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണാനെ ഇപ്പൊ നേരത്തെ അറിയുന്നുണ്ട്, കുഴപ്പമില്ല. വീണ അറിയാത്ത ഒരാളാണ് മാഷിനെ ഫോൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ മാഷ് വീണ എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, ആരിൽ ജനിച്ചു, ഇനി അച്ഛനെന്താ ജോലി, അമ്മയ്ക്ക് എന്താണ്, ഇതുവരെയുള്ള എല്ലാ ഹിസ്റ്ററിയും പഠിച്ചിട്ടേ പറയുള്ളൂ. ആ ഓക്കെ വീണ, ഞാൻ റെഡിയാണെന്ന് പറയുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ഡോക്ടർ. അപ്പൊ എന്താ ഈ ഡോക്ടറെ കുറിച്ച് അന്വേഷിച്ചപ്പോ സത്യത്തില്? അല്ല, അങ്ങനല്ല. നമ്മൾക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പോസിറ്റീവ് ഫീല് വന്നു, ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ നമ്മുടെ സത്യനാരായണൻ എയർ ട്രാൻസ്പ്ലാന്റ് സഫാരി ചാനലിന്റെ പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയെ പറ്റി ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഡോക്ടർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് അല്ലേ? ഡോക്ടർക്കല്ല, ഈ സത്യനാരായണൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്ക് ഈ തലയിലിച്ച് ചെയ്തത് ഡോക്ടറാണ്. പുള്ളി ഒരുപാട് പേർക്ക് ഇതിപ്പം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതെ. അപ്പൊ അങ്ങനെ ഈ പുള്ളിയുടെ ഇന്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ജെന്യൂൻ ആയിട്ട് തോന്നി ആള്. പിന്നെ പുള്ളി ചെയ്ത ആൾക്കാരെ ആരൊക്കെയാന്ന് അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റ് അല്ലാത്ത കുറച്ച് പേരുടെയൊക്കെ പേരെടുത്തപ്പോൾ ഇവരൊക്കെ സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്, സക്സസ്ഫുൾ ആണ്. അപ്പൊ പറയാൻ അറിയുന്ന ആരൊക്കെയാ ഉള്ളേ? നമ്മള് സിനിമ എന്നൊക്കെ ഉള്ള ഇപ്പൊ വിഷ്ണു ചെയ്തിട്ടുണ്ട് അവിടെ, സീരിയലിലൊക്കെ ഉള്ള നമ്മുടെ സാജൻ സൂര്യ ചേട്ടൻ ചെയ്തു. പിന്നെ അനീഷ് രവി എന്ന് പറഞ്ഞ മറ്റേ ന്യൂസ് റീഡർ, പിന്നെ അനീഷ് രവി ആക്ടർ, അങ്ങനെ കുറച്ച് പേര് ചെയ്ത്, ബിജു സോപാന, എല്ലാരും ചെയ്ത് കഴിഞ്ഞു. ഇവരെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ സക്സസ് ആണ്, നല്ല പോസിറ്റീവാണ്. ഞാൻ പിന്നെ ഇവരോടൊന്നും ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല, അല്ലാതെ തന്നെ എനിക്ക് അറിയാൻ പറ്റി, കിട്ടി.